ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ കമൻറ്റും ചെയ്യണേ നിങ്ങൾ ഈ വഴിക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 7 o'clock ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഒരു ചായ കുടിക്കാൻ ഒരു 9 മണിയൊക്കെ ആയതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെയാണ് കയറിയത് കേട്ടോ. ഒരു 9 o'clock ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മൈസൂർ വെച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണേ. ഇത് ഞങ്ങൾ ക്രിസ്മസിന് എൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല അടിപൊളി റോഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പോകുന്നതിനൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിൽ വെച്ച് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാരിത് ഭയങ്കര സ്ലോ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ വലിയ വലിയ ലോറിക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ വലിയ പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ പോവാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയത് ശ്വേത ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു ഹോട്ടലാട്ടോ. ഞങ്ങളവിടെ അങ്ങനെ കണ്ടപ്പോൾ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഹൈവേയിലേക്ക് തന്നെ കയറി നേരെ പിന്നെയും അങ്ങനെ യാത്ര തുടരാം കേട്ടോ. ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോകുന്നത് ഹരിഗോവിന്ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ റിവ്യൂ എല്ലാം കണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ. നോക്കാം നമുക്ക് എന്താവും സ്ഥിതി എന്നുള്ളത് എന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഹരിഗോവിന്ദാസ് പറഞ്ഞിട്ടുള്ള വെജ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തിയിട്ടോ. ഇതിന് ശേഷം നമ്മൾ കഴിച്ചത് എന്താ വെച്ചാൽ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഇഡ്ഡലി, പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഇഡ്ഡലി സാമ്പാർ, പിന്നെ ഓർഡർ ചെയ്തത് കേസരി ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ വളരെ കുഴപ്പമില്ല, പക്ഷേ സാമ്പാർ നന്നല്ല കേട്ടോ. നമ്മൾ കേരളത്തിലെ സാമ്പാർ പോലെയല്ല, ഒരു മധുരം എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ മസാല ദോശയും ചട്നിയും വെച്ചിട്ട് കഴിച്ചു. മോനും അത് തന്നെ കൊടുത്തു. പിന്നെ കുറച്ച് ഇഡ്ഡലിയും കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ കേസരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേസരി അത്യാവശ്യം നല്ല മധുരമുള്ള പോലെ എനിക്ക് തോന്നി. അത്ര ടേസ്റ്റ് പോരാ കേട്ടോ. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 2 ഫ്ലോറിലുണ്ട്. 2 ഫ്ലോറിൽ ബോട്ടം ഫ്ലോറിൽ സെൽഫ് സർവീസും മുകളിലത്തെ ഫ്ലോറിൽ അവർ നമുക്ക് സർവീസ് അവർ തന്നെ ചെയ്ത് തരും കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു യാത്ര ഇനിയും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഒരു 10:45 ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഇറങ്ങിയപ്പം. അപ്പം അങ്ങനെ ഇത് നഞ്ചൻഗൂഡ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന ആൾക്കാർ, എന്താണെന്നറിയില്ല. നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഞങ്ങൾ ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് അങ്ങനെ അതേ റോഡിൽ തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് വന്നുകൊണ്ട് തന്നെ ഇത്രയധികം ആൾക്കാർ ഇതാ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക കേട്ടോ. ഉണ്ടോ, എത്ര വണ്ടികളാണ് നിൽക്കുന്നത്. ഒരു ബോധമില്ലാത്ത ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ നഞ്ചൻകോട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പെട്രോൾ കൊടുക്കലുണ്ട്. പെട്രോൾ അടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം കേരളത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ബന്ദിപ്പൂർ കാടാട്ടോ. ഇതിലെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ വണ്ടി എടുത്ത് പോകുമ്പം
അപ്പം ഇത് നല്ല അടിപൊളിയാട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിടലുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഒക്കെ വരും കേട്ടോ. ചില സമയത്ത് ഇവിടെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ ആനേനെയും പിന്നെ മാനിനെയും കരടീനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത്, അതായത് വയനാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോയ സമയത്ത് ആനേനെയും മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാട്ടോ ഈ വഴി. പക്ഷേ ഇതിന് നിറച്ചും ഒരുപാട് ഹമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വളവുകളും ഉണ്ട് അതേപോലെ തന്നെ. പക്ഷെ നല്ല ഭംഗിയായി രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. മഴയും അങ്ങനെ എന്താ പറയുക, ഒരുപാട് അങ്ങ് ചൂടും ഒന്നുമില്ലാത്തൊരു ക്ലൈമറ്റാണ്. നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കുന്നത് എന്താ വെച്ചാൽ മാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. പക്ഷേ ഒന്നിനും കാണുന്നില്ല, കാരണം ഒരു ഉച്ചയ്ക്ക് ശേഷമാണല്ലോ, അപ്പം ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതിലേ വരികയാണെങ്കിൽ ഈ എന്താ പറയുക, രാവിലെ വരണം. രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഈ മറ്റേ ആനേനെയും മാനിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ബന്ദിപ്പൂർ നമ്മൾ കേരളത്തിലേക്ക് കയറാൻ പോവാം കേട്ടോ. അതാണ് നമ്മൾ ചെക്ക് പോസ്റ്റ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കേരളത്തിലേക്ക് കയറിയൊരു ഫീലാണ്. ഈ ബന്ദിപ്പൂരൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലെ നമുക്ക് തോന്നും. ഈ ചെടികളൊക്കെ പച്ച കളർ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് എന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലിംഗ്. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പം ഒരു വേറെ തന്നെ ഒരു ക്ലൈമറ്റായ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പോയി തന്നെ നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ പുൽപ്പള്ളിയുള്ള സീതാദേവി ലവകുശ ക്ഷേത്രത്തിൻ്റെ മുമ്പ് കൂടെ പോകുന്നത് കേട്ടോ. ഈ അമ്പലം കഴിഞ്ഞ ഉടനെ ഒരു മാൻ ഞങ്ങളെ വണ്ടീൻ്റെ മുമ്പ് കൂടെ ചാടി പോയിട്ടോ. പെട്ടെന്നായിരുന്നു, എന്താണെന്നറിയില്ല, പെട്ടെന്ന് സ്പീഡിൽ ഒറ്റ പോക്കാ. പക്ഷേ ഇടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. അപ്പോൾ അതിൽ നിങ്ങൾ വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ഈ ഏരിയയിലൊക്കെ മാനൊക്കെ ഉണ്ട്. ഞങ്ങൾ അത്ര സ്പീഡിലല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ പുൽപ്പള്ളിയിൽ നിന്നും കുറേ ട്രാവൽ ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ഒന്നരയൊക്കെ ആവാനായപ്പോൾ ഞങ്ങൾ വിശന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഷെഫ് പിള്ളേർ സഞ്ചാരി ബൈ ഷെഫ് പിള്ളേർ കയറിയിട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞാനൊരു ചിക്കൻ ബിരിയാണിയും ഹസ്ബൻഡ് ഒരു ഫിഷ് മീൽസും ആയിരുന്നു ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയിട്ട് 2:45 അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന സമയം കുറച്ചൊരു റഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയത്. അപ്പം ഇവിടെ തന്നെ ബാംഗ്ലൂരുള്ള ഷെഫ് പിള്ളേർ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബാംഗ്ലൂരുള്ളതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടാണ് ഇവരെ ഫുഡ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ബാംഗ്ലൂർ അത്ര പോരാന്ന് മാത്രമല്ല, ബാംഗ്ലൂർ ഫിനിക്സ് മോളിൻ്റെ അടുത്താണ് ഉള്ളത്. അത് ഭയങ്കര റേറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടോ ഫുഡൊക്കെ. പിന്നെ ടേസ്റ്റും അത്ര പോരാ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചിക്കൻ ബിരിയാണി. തിന്നട്ടെ ഞാൻ ബിരിയാണി. ഇത് ഏട്ടൻ്റെ ഫിഷ് മീൽസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ തട്ടി, നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. ബിരിയാണിയൊക്കെ തട്ടി ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോകാം കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുള്ളൂ. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ടാവും. 45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3:30 ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സ്വാതി.